Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിമറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കിയിരുന്നത് അല്ലെ. അഡീഷൻ പോളിമർ എന്താണ്, കണ്ടൻസേഷൻ പോളിമർ എന്താണ്, തെർമോപ്ലാസ്റ്റിക്സും സെറ്റിംഗ് പ്ലാസ്റ്റിക്സും എന്തൊക്കെയാണെന്നുള്ളതാണ് അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കും. പിന്നെ നമുക്ക് സിന്തറ്റിക് പോളിമേഴ്സിന് ഉദാഹരണമായിട്ടുള്ള 2-3 പോളിമറിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ സ്ട്രക്ചറും എന്താണെന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം സിന്തറ്റിക് റബ്ബർ, അതിനകത്ത് വരുന്ന ബ്യൂണ-എസ്, ബ്യൂണ-എൻ, നിയോപ്രിൻ. അതേപോലെ തെർമോപ്ലാസ്റ്റിക്സിൽ വരുന്ന പോളിത്തീൻ, പോളിസ്റ്റൈറിൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ. ഇത്രയും 7 പോളിമറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് സിന്തറ്റിക് റബ്ബർ എന്താണെന്ന് നോക്കാം. ഇപ്പൊ റബ്ബർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റബ്ബർ നമ്മുടെ കേരളത്തില് വൺ ഓഫ് ദി ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന റബ്ബറിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതിൽ നിന്ന് വരുന്ന ലാറ്റക്സ് ആണ്. റബ്ബർ പ്ലാന്റിൽ നിന്ന് വരുന്ന ലാറ്റക്സിനെയാണ് നമ്മൾ പ്രോസസ് ചെയ്ത് റബ്ബർ എന്നുള്ള പേരിൽ ഉപയോഗിക്കുന്നത്. അപ്പം പ്ലാന്റിന്റെ പേര് ഹേവിയ ബ്രസീലിയാനിസ് എന്നാണ്. അതായത് ലിറ്ററലി റബ്ബർ ഫ്രം ബ്രസീൽ എന്നാണ് അർത്ഥം. നാച്ചുറൽ റബ്ബർ കെമിക്കലി ഇറ്റ് ഇസ് 2-methyl buta-1,3-diene. ഇതെന്താണെന്നുള്ളത് നിങ്ങളുടെ +2-ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്യൂട്ട എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കാർബൺ ആറ്റം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? അപ്പം 1, 2, 3, 4 4 കാർബൺ ആറ്റം. ഇതില് സെക്കൻഡ് പൊസിഷനിൽ മെത്ത് ഉണ്ട്. മെത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ? 1 കാർബൺ. ഇപ്പൊ സെക്കൻഡ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണുന്നതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റില് ഉള്ള സ്ട്രക്ചർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1, 2. അപ്പൊ ഈ സെക്കൻഡ് പൊസിഷനില് ഒരു മെത്ത് ഉണ്ട്, അതായത് ഒരു കാർബൺ ഉണ്ട്. വൈയില്ലായതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ബ്രാഞ്ച് ആണെന്നാണ് അല്ലെ. അപ്പൊ സെക്കൻഡിൽ ഒരു ബ്രാഞ്ച് ഹാവിങ് 1 കാർബൺ ആറ്റം, അതിനെയാണ് 2-methyl എന്ന് പറയുന്നത്. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം. ഇനി ഫസ്റ്റിലും തേർഡിലും ഒരു ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. 1,3-diene. എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, ഡൈ എന്ന് പറഞ്ഞാൽ 1-ലും 3-ലും രണ്ടിടത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 1-ൽ ഒരു ഡബിൾ ബോണ്ട്, 2, 3-ൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡബിൾ ബോണ്ട്. ഓക്കെ, ഇതാണ് 2-methyl buta-1,3-diene. കോമൺ നെയിം എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. അപ്പൊ ഈ സ്ട്രക്ചർ പറയാനുള്ള കാരണം ഇതാണ് റബ്ബറിന്റെ, നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോണോമറും പോളിമറും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മോണോമർ കുറേ ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. അപ്പം ഈ മോണോമർ യൂണിറ്റ്സ് ധാരാളം ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന പോളിമറിലേക്ക് മാറുന്നത്. അപ്പൊ നമുക്ക് റബ്ബർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് സിസ് ഫോമിലുള്ള പോളി ഐസോപ്രീൻ ആണ്. സിസും ട്രാൻസും എന്താണെന്നുള്ളത് ആദ്യം പറയാം. ഡബിൾ ബോണ്ടിന്റെ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസമാണ്. നോക്കൂ, ഈ ഡബിൾ ബോണ്ട് ഇവര് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലെ. ഈ ഒരു ഡബിൾ ബോണ്ടും ഈ ഒരു ഡബിൾ ബോണ്ടും നോക്കിയാൽ രണ്ടും സെയിം സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഒരു CH3 ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ CH3യും ഹൈഡ്രജനും ഒരേ പൊസിഷനിലും ഈ ഡബിൾ ബോണ്ടിൽ ഇരിക്കുന്ന CH2 ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ സിസ് ഫോം എന്ന് പറയും. ട്രാൻസ് എന്ന് പറയുമ്പോഴോ ദേ വിൽ ബി ഓപ്പോസിറ്റ്. ഈ ഡബിൾ ബോണ്ടും ഈ ഡബിൾ ബോണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഇവിടെ സെയിം സൈഡ് ആയിരുന്നു, ഇവിടെ സെയിം സൈഡ് അല്ല. സോ ദേ ആർ ഓപ്പോസിറ്റ്. അതിനെ നമ്മൾ ട്രാൻസ് എന്നാണ് വിളിക്കുക. ട്രാൻസ് ഫോം എന്ന് പറയും. ഇത് ട്രാൻസ് ഐസോപ്രീനും ഇത് സിസ് ഐസോപ്രീനുമാണ്. ഈ സിസ് ഐസോപ്രീൻ പോളിമറൈസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് സാധാരണ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത്. അതാണ് സോഫ്റ്റ് റബ്ബർ എന്ന് വിളിക്കുന്ന നാച്ചുറൽ റബ്ബർ. ഇനി ചില പ്ലാന്റ്സ് സിസ് ഐസോപ്രീൻ ഉണ്ടാക്കുന്നതിന് പകരം ട്രാൻസ് ഐസോപ്രീനും ഉണ്ടാക്കും.
അപ്പൊ അത് പോളിമറൈസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് ഗുട്ടാപെർച്ച എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് ഗുട്ടാപെർച്ച പ്ലാന്റ്സ് ആൻഡ് ഒബ്റ്റെയിൻഡ് റബ്ബർ ഇസ് കോൾഡ് ഗുട്ടാപെർച്ച റബ്ബർ. അതിന് റബ്ബറിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും കാണില്ല. ഇപ്പൊ സാധാരണ നമ്മൾ റബ്ബർ എന്ന് പറഞ്ഞാല്, നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാല് സിസ് പോളി ഐസോപ്രീൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സിസ് ഐസോപ്രീൻ പോളിമറൈസ് ചെയ്ത് കിട്ടുന്നതിന്റെ സ്ട്രക്ചർ ആണ് ഇത്, പോളി ഐസോപ്രീൻ. കണ്ടോ, ഐസോപ്രീൻ യൂണിറ്റ് ഇങ്ങനെ പോളിമറൈസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. സിന്തറ്റിക് റബ്ബർ. സിന്തറ്റിക് റബ്ബറിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബ്യൂണ എസ്, രണ്ടെന്ന് പറയുന്നത് ബ്യൂണ എൻ, മൂന്നെന്ന് പറയുന്നത് പോളിക്ലോറോപ്രീൻ അല്ലെങ്കിൽ നിയോപ്രീൻ. എന്താണ് ഓരോന്നും എന്നുള്ളത് നോക്കാം. ആദ്യം ബ്യൂണ എസ്. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ട-1,3 ഡൈൻ തന്നെയാണ്. എല്ലാത്തിലും ബ്യൂട്ട-1,3 ഡൈൻ ഉണ്ടാവും. നാച്ചുറൽ റബ്ബറിൽ നിങ്ങൾ കണ്ട പോലെ, നാച്ചുറൽ റബ്ബറിൽ 2-മീഥൈൽ ബ്യൂട്ട-1,3 ഡൈൻ ആയിരുന്നുവെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിലും ബ്യൂട്ട-1,3 ഡൈൻ എന്ന് പറയുന്ന ബേസിക് സ്കെലിറ്റൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബ്യൂണ എസ് ഇസ് എ ഇലാസ്റ്റോമറിക് കോപോളിമർ. കോപോളിമർ എന്ന് പറഞ്ഞാൽ രണ്ട് മോണോമർ യൂണിറ്റ് ചേർന്നത്. നാച്ചുറൽ റബ്ബർ ഇറ്റ്സ് എ ഹോമോപോളിമർ. അതിൽ ഒറ്റ പോളിമറേ ഉള്ളൂ, ഒറ്റ മോണോമർ യൂണിറ്റേ ഉള്ളൂ. അതാണ് ഏത്, ഐസോപ്രീൻ മാത്രം പോളിമറൈസ് ചെയ്ത് കിട്ടുന്നതാണ് നാച്ചുറൽ റബ്ബർ. അങ്ങനെ കിട്ടുന്നതിന്, അതായത് ഒരു മോണോമർ യൂണിറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന പോളിമറിനെ വിളിക്കുന്ന പേര് ഹോമോപോളിമർ. രണ്ട് ഡിഫറെന്റ് മോണോമർ യൂണിറ്റിൽ നിന്ന് ഒരു പോളിമർ ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോപോളിമർ. അപ്പൊ കോപോളിമർ ഓഫ് ബ്യൂട്ട-1,3 ഡൈ ആൻഡ് സ്റ്റൈറിൻ. സ്റ്റൈറിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് രണ്ട് കാർബൺ ആറ്റം, അതിന്റെ ഒരു കാർബൺ ആറ്റത്തില് ബെൻസീൻ റിംഗ് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH കണക്ട് ടു ബെൻസീൻ റിംഗ്, സ്റ്റൈറിൻ. അപ്പൊ സ്റ്റൈറിനും ഇത് ബ്യൂട്ട-1,3 ഡൈൻ ആണ്. അതായത് 4 കാർബൺ ആറ്റം, ഫസ്റ്റില് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, തേർഡിലും ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ബ്യൂട്ട-1,3 ഡൈൻ n നമ്പർ ഓഫ് മോളിക്യൂൾ, ഇഷ്ടംപോലെ മോളിക്യൂൾ, എല്ലാം മൊത്തം സ്റ്റൈറിൻ, അതും n നമ്പർ ഓഫ് മോളിക്യൂൾ. ഇത് രണ്ടും കൂടെ ചേർത്ത് സോഡിയത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് പോളിമറൈസേഷൻ റിയാക്ഷൻ വേർ ബ്യൂണ എസ് ആയിരിക്കും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഡബിൾ ബോണ്ട് പൊട്ടും, ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഇങ്ങനെ ബ്രാക്കറ്റിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പോളിമറിന് സാധാരണ ബോണ്ട് എഴുതി ബ്രാക്കറ്റ് കട്ട് ചെയ്യും. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ധാരാളം റിപ്പീറ്റ് ചെയ്ത് വരും. ഇത്രയും യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെയാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഒരു യൂണിറ്റിനെ കാണിച്ചിട്ട് നമ്മൾ n ടൈംസ്, എത്ര മോളിക്യൂൾ ഉണ്ടോ അത്രയും തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അതോടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ബോണ്ട് എഴുതിയിട്ട് ബ്രാക്കറ്റ് കട്ട് ചെയ്യണം, ഇവിടെയും ഇവിടെയും. ഓക്കെ, ഇത് സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റ്, ഇത് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ അവിടെ n എന്നും എഴുതാം. അതായത് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, ഇവിടെ n എടുത്തെങ്കിൽ ഇവിടെ അത്രയും തന്നെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും. അത് കാണിക്കാൻ പറ്റും. ശരി, ഇതിൽ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് പൊട്ടി, ഫസ്റ്റ് ഡബിൾ ബോണ്ട് പൊട്ടി, അത് സിംഗിൾ ബോണ്ടായി. എന്നിട്ട് അതെന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഇതിങ്ങനെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായി, ഇത് സിംഗിൾ ബോണ്ടായി. ഇനി ഈ ബോണ്ടും പൊട്ടും. അപ്പൊ ഇവിടെയും ഒരു വാലൻസി, ഈ ബോണ്ട് പൊട്ടിയപ്പോ ഈ കാർബണിലും ഒരു വാലൻസി, ഈ രണ്ട് വാലൻസിയും കൂടെ നടുക്കൊരു ഡബിൾ ബോണ്ട്. ഇത് സിംഗിൾ ബോണ്ട് ആയിരുന്നിടത്ത് ഡബിൾ ബോണ്ടായി. ഓക്കെ, ഈ ഡബിൾ ബോണ്ടും പൊട്ടും, ഈ ഡബിൾ ബോണ്ടും പൊട്ടും. ഈ ഡബിൾ ബോണ്ടില് ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യും, അതാണ് ഈ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇവിടുത്തെ 2 ഇലക്ട്രോൺ പൊട്ടുമ്പോൾ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്തു, ഒരു ഇലക്ട്രോൺ ഇയാളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ബോണ്ടും പൊട്ടും, ഈ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ ഈ കാർബണിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ ബോണ്ട്. ഓക്കെ, ഈ കാർബണും തമ്മിൽ കണക്ഷൻ വരുന്നു, CC ബോണ്ടിങ് വരുന്നു. ആ സിയിൽ ഓൾറെഡി ബെൻസീൻ റിംഗ് ഉണ്ട്, അതിലേക്ക് ഒരു CH2 ഉണ്ട്. ഓക്കെ, ഇതിലുള്ള എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടും, അതാണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഈ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാളുമായിട്ട് ബോണ്ട് ചെയ്തു. ഇയാൾക്ക് എങ്ങനെ ബോണ്ട് ചെയ്യാൻ പറ്റും? ഈ ഡബിൾ ബോണ്ട് പൊട്ടി.
അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, ഇയാളുടെ കിട്ടിയ ഒരു ഇലക്ട്രോണും ഇയാളുടെ കിട്ടിയ ഒരു ഇലക്ട്രോണും തമ്മിൽ ബോണ്ട് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഇപ്പൊ ഇതില് ഒരു ഇലക്ട്രോൺ മിച്ചമുണ്ട്, ഈ കാർബണില് ഇത് പൊട്ടിയപ്പോ ഈ കാർബണിൽ ഒരു മിച്ചമുണ്ട്. ഈ മിച്ചമുള്ള രണ്ട് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഇയാൾ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ കാർബൺ ഇപ്പം ബോണ്ടായി, ഇവിടെ ബെൻസിൻ റിംഗ് ഉണ്ട്, ഇതും പൊട്ടുമല്ലോ, ഇതും പൊട്ടി, ഈ കാർബൺ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് ഉപയോഗിച്ച് ഇയാളെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബ്യൂണ എസിന്റെ സ്ട്രക്ചർ. ഒന്നുകൂടെ പറയാം, ഈ ഡബിൾ ബോണ്ട് എല്ലാം ഇതിൽ പൊട്ടും. ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇത് പൊട്ടുമ്പോ ഇതിലെ ഡബിൾ ബോണ്ടില് 2 ബോണ്ട് ഉണ്ട്, അതിൽ ഒരു ബോണ്ട് പൊട്ടുമ്പോ ഈ കാർബൺ ഒരു ഇലക്ട്രോൺ, ഈ കാർബൺ ഒരു ഇലക്ട്രോൺ, ഇതിൽ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ അഡ്ജസന്റ് റിംഗില്, അഡ്ജസന്റ് ഇതേപോലെ ഒരു ചെയിൻ ഉണ്ടാവില്ല, അയാളുമായിട്ട് ബോണ്ട് ചെയ്യും. അതിനെ നമ്മൾ എക്സ്റ്റൻഷൻ ആയിട്ട് കാണിക്കും. അപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഓർക്കുക. ഈ ഡബിൾ ബോണ്ടും പൊട്ടും, അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായി, ഡബിൾ ബോണ്ട് ഉണ്ടായി. ഈ 4ാമത്തെ കാർബൺ ആറ്റവും സ്റ്റൈറീനിലെ കണക്റ്റിംഗ് കാർബൺ ആറ്റവും, ബെൻസീൻ റിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റവും തമ്മിൽ ബോണ്ടിങ് വരും. അതെങ്ങനെയാണ്? ഇവിടെയും പൊട്ടി, ഇയാളുടെ ഒരു ഇലക്ട്രോൺ, ഇയാളുടെ ഒരു ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട് ഫോർമേഷൻ. പിന്നെ ബെൻസീൻ റിംഗ്, പിന്നെ CH2. ഓക്കെ, ഇതിൽ കിട്ടിയ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് ബ്യൂണ എസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുമ്പ് ബ്യൂണ എസ് എന്നുള്ള പേര് എങ്ങനെ വന്നു? ബ്യൂണ എന്ന് പറയുന്ന ബിയു എന്ന് പറയുന്ന ബ്യൂട്ടാഡൈന്റെ ബിയു ആണ്. എൻ എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ടുള്ള സോഡിയത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പം ബ്യൂണ ആയി. എസ് എവിടെ നിന്ന് വന്നു? കോപോളിമർ സ്റ്റൈറീൻ. അപ്പൊ ഇതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലെ? റിയാക്ഷൻ കണ്ടീഷനിൽ ബ്യൂട്ടാഡൈൻ ഉണ്ട്, സ്റ്റൈറീൻ ഉണ്ട്, ഇൻ പ്രസൻസ് ഓഫ് സോഡിയം കാറ്റലിസ്റ്റ്. അതുകൊണ്ടാണ് ഇതിന് ബ്യൂണ എസ് എന്ന പേര് വന്നത്. അപ്പം ബ്യൂണ എൻ എങ്ങനെയായിരിക്കും? ഇതിലും ബ്യൂട്ട 1,3-ഡൈൻ ഉണ്ട്. എൻ എന്ന് പറയുന്ന സോഡിയം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാരണ പെറോക്സൈഡ് ഉപയോഗിച്ച് ഈ റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ബ്യൂണ ആയി. എൻ എന്ന് പറയുന്ന ആരാണ്? എൻ എന്ന് പറയുന്നത് നൈട്രൈലാണ്. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CN. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ ഇതിൽ ബെൻസീൻ റിംഗ് ആയിരുന്നു, ഇതിൽ CN ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ബ്യൂട്ട 1,3-ഡൈനും ഇതിൽ ഉപയോഗിക്കുന്ന 2ാമത്തെ മോണോമർ എന്ന് പറയുന്നത് അക്രിലോ നൈട്രൈലാണ്, സ്റ്റൈറീൻ അല്ല. ഓക്കെ, അപ്പോഴും ഇതിൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടും. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് പൊട്ടുന്നു, അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇയാളുടെ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ അഡ്ജസന്റ് ആയിട്ടുള്ള കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് പൊട്ടുന്നു, അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ, ഇയാൾക്കുണ്ടായിരുന്ന ഇലക്ട്രോണും ഇയാൾക്ക് ഇപ്പൊ കിട്ടിയ ഇലക്ട്രോണും തമ്മിൽ ബോണ്ടിങ് വരുന്നു, നടുക്കൊരു ഡബിൾ ബോണ്ട് വരുന്നു. ഓക്കെ, ഇയാൾക്ക് ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണും ഈ കാർബൺ ഇതും പൊട്ടുമല്ലോ, അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, ഈ 2 ഇലക്ട്രോൺ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നൈട്രൈലുള്ള കാർബണിലേക്ക് ഒരു ബോണ്ടിങ് ഇതായിട്ട് വന്നു. ഓക്കെ, ഇയാൾക്കുള്ള മിച്ചമുള്ള ഒരു ഇലക്ട്രോൺ വെച്ച് അയാളെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ബ്യൂണ എൻ, വിച്ച് ഇസ് എ കോപോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് അക്രിലോ നൈട്രൈൽ. അക്രിലോ നൈട്രൈലിൽ N ആണ് ഇവിടെ ബ്യൂണ എന്നില് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ സിന്തറ്റിക് റബ്ബർ വിച്ച് ഇസ് നിയോപ്രീൻ. നിയോപ്രീൻ എന്ന് പറഞ്ഞാൽ പോളിക്ലോറോപ്രീൻ എന്നാണ് പേര്. അതായത് ഇത് ഹോമോ പോളിമർ ആണ്. ഇവിടെ നേരത്തെ നമ്മൾ കോപോളിമർ എന്ന് പറഞ്ഞു, കാരണം 2 മോണോമർ യൂണിറ്റിൽ നിന്നാണ് ആ പോളിമർ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇത് ഒരു മോണോമർ യൂണിറ്റിൽ നിന്ന് തന്നെയാണ് ആ പോളിമർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഹോമോ പോളിമർ എന്ന് പറയുന്നു. ഇതിലെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്രീൻ ആണ്. ഐസോപ്രീൻ എന്തായിരുന്നു? 2-methyl ബ്യൂട്ട 1,3-ഡൈൻ ആയിരുന്നു. ക്ലോറോപ്രീൻ എന്ന് പറഞ്ഞാൽ 2-methylന് പകരം 2-chloro. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. 2-chloro ബ്യൂട്ട 1,3-ഡൈൻ. നമുക്ക് ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണിയാൽ 1 2 2 ക്ലോറിൻ ഉണ്ട്. ഇപ്പൊ 2-chloro ബ്യൂട്ട 4 കാർബൺ ആറ്റം, 1 3 1 2 3 1ലും 3ലും ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പേരെന്താണ്? 2-chloro ബ്യൂട്ട 1,3-ഡൈൻ. അതിന്റെ കോമൺ നെയിം ആണ് ക്ലോറോപ്രീൻ. ഓക്കെ, ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ടും ഈ ഡബിൾ ബോണ്ടും പൊട്ടും. ഇതിൽ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ എക്സ്റ്റെൻഡ് ചെയ്യും. അടുത്ത ഇതും പൊട്ടുമല്ലോ,
അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കിട്ടി, ഇയാൾക്ക് ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഡബിൾ ബോണ്ട് ആവും. ഇനി ഇത് പൊട്ടിയല്ലോ, അപ്പൊ ഈ കാർബൺ ആറ്റം അടുത്ത കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ് നടത്തി അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നിയോപ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറിൻ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇതിന്റെ പേരാണ് പോളി ക്ലോറോപ്രീൻ അല്ലെങ്കിൽ കോമൺലി കോൾഡ് നിയോപ്രീൻ. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിയണം. സിന്തറ്റിക് റബ്ബർ നമ്മൾ സാധാരണ ഇലാസ്റ്റോമറിക് ആപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കുക. ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളതുകൊണ്ട് നമ്മളതിനെ ഇലാസ്റ്റിക് ബിഹേവിയേഴ്സിലാണ് ഉപയോഗിക്കുക. മെയിൻലി ടയർ ആയാലും ഹോസ് ഒക്കെ ആയിട്ടും ഒക്കെയാണ് നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കുന്നത്. അതേപോലത്തെ ആപ്ലിക്കേഷൻസ് തന്നെയാണ് സിന്തറ്റിക് റബ്ബറിന് ഉള്ളത്. പെട്രോളിയം ബൈ പ്രോഡക്റ്റിൽ നിന്നാണ് സിന്തറ്റിക് റബ്ബർ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ബ്യൂട്ടാ-1,3-ഡൈൻ ഇസ് എ പെട്രോളിയം പ്രോഡക്റ്റ്. ഇനി 32 മില്യൺ മെട്രിക് ടൺ ആണ് റബ്ബർ നമ്മൾ മാത്രമല്ല ലോകത്തിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ തന്നെ ആ റബ്ബർ എന്ന് പറയുന്നതിൽ മൊത്തം വരും കേട്ടോ. അതായത് നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറും കൂടെ ചേർത്തിട്ടാണ് 32 മില്യൺ മെട്രിക് ടൺ. അതിൽ തന്നെ 2 ഭാഗവും എന്താണ് സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബറാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ